എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാഹിത്യ ക്യൂസ്, ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയറും ചെയ്ത് കൊടുക്കുക. കുട്ടികൾക്കായി പഞ്ചതന്ത്രം പുനരാഖ്യാനം ചെയ്തത് ആര്? സുമംഗല. അപ്പുവിൻ്റെ ലോകം ആരുടെ കൃതി? ഉറൂബ്. പി കുഞ്ഞിരാമൻ നായരുടെ ബാലകവിതാ സമാഹാരം ബാലഭൂതം. ഉത്തര രാമചരിതം കുട്ടികൾക്കായി പുനരാഖ്യാനം ചെയ്തതാര്? എരുമേലി പരമേശ്വരൻ പിള്ള. കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കുന്ന ബാലമാസികയുടെ പേരെന്താണ്? തളിര്. തിരുവിതാംകൂർ ചരിത്രം ഇതിവൃത്തമാക്കി ഉള്ളൂർ രചിച്ച മഹാകാവ്യം ഏത്? ഉമാകേരളം. വി അയ്യപ്പൻ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെടുന്നത്? കോവിലൻ. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? ജോസഫ് മുണ്ടശ്ശേരി. വൈലോപ്പിള്ളിയുടെ ഏത് കവിതാ സമാഹാരത്തിലാണ് മാമ്പഴം എന്ന കവിതയുള്ളത്? കന്നിക്കൊയ്ത്ത്. പഞ്ചതന്ത്രം കഥകളെ അധികരിച്ച് മോയിൻകുട്ടി വൈദ്യർ രചിച്ച കൃതിയേത്? എലിപ്പട. ലോകസഭാംഗമെന്ന നിലയിലുള്ള തൻ്റെ അനുഭവങ്ങൾ ആധാരമാക്കി എസ്.കെ. പൊറ്റക്കാട് രചിച്ച നോവൽ ഏത്? നോർത്ത് അവന്യൂ. നഷ്ടബോധങ്ങളില്ലാതെ ആരുടെ ആത്മകഥയാണ്? ദേവകി നിലയങ്ങോട്. കന്നിക്കൊയ്ത്ത് എന്ന കാവ്യസമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസ്സല്ലോ സുഖപ്രദം എന്ന വരികളുടെ രചയിതാവ് ആര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഒ.വി. വിജയൻ രചിച്ച നോവൽ ഏത്? ധർമ്മപുരാണം. ഒ.വി. വിജയൻ്റെ ഏത് നോവലിലാണ് രവി, അപ്പുക്കിളി എന്നീ കഥാപാത്രങ്ങൾ ഉള്ളത്? ഖസാക്കിൻ്റെ ഇതിഹാസം. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ചെറുകാട്. ലോകസഭാംഗമായിരുന്ന പ്രശസ്ത മലയാള സാഹിത്യകാരൻ ആര്? എസ്.കെ. പൊറ്റക്കാട്. അമ്മ എന്ന പ്രസിദ്ധമായ നോവൽ രചിച്ചതാര്? മാക്സിം ഗോർക്കി. കാച്ചിക്കുറുക്കിയ കവിതകളുടെ രചയിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാള സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ആര്? ഒ. ചന്തുമേനോൻ. ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. നാടകവേദിയെപ്പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയതാരാണ്? കൈനിക്കര കുമാരപിള്ള. മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം? ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. പി.സി. കുട്ടിക്കൃഷ്ണൻ ഏത് തൂലികാനാമത്തിലാണ് അറിയപ്പെട്ടത്? ഉറൂബ്. പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരെ മുയരട്ടെ എന്ന് തുടങ്ങുന്ന ഈ കവിത രചിച്ചതാര്? ഉത്തരമറിയുന്നവർ കമൻറ്റ് ചെയ്യുക.